നമസ്കാരം. നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരള അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ആയിട്ടില്ല UDFനും കോൺഗ്രസ് പാർട്ടിക്കും. 10 കൊല്ലത്തെ ഒരു സുദീർഘമായ ഭരണത്തിൽ നിന്ന് ഒരു മാറ്റമാകട്ടെ എന്ന് കരുതി വലിയ പണിയൊന്നും നിങ്ങൾ എടുക്കണ്ട, നിങ്ങളൊന്നൊരു 5 കൊല്ലം ഭരിച്ചോ എന്ന് പറഞ്ഞ് ഒരു താലത്തിൽ കാക്കൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ടും കോൺഗ്രസ്സുകാർക്ക് ഭരിക്കാൻ സമയമില്ല. തല്ലുകൂടാനാണ് സമയം. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി തെരുവിൽ വരെ നടക്കുകയാണ്. അത് വിജയത്തിൻ്റെ മാറ്റു കുറയ്ക്കുകയാണ്. ഇത്തരക്കാരെ എങ്ങനെ ഭരണമേൽപ്പിക്കും എന്ന ഒരു രീതി, എന്നൊരു ചിന്ത ജനഹൃദയങ്ങളിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശയല്ല, വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ഇങ്ങനെ തല്ലിടുന്നു. അപ്പോൾ ഇനി മന്ത്രിസഭ രൂപീകരിച്ചു കഴിയുമ്പോൾ മറ്റ് വകുപ്പ് മന്ത്രികളുടെ കാര്യത്തിൽ എത്ര തല്ലും, എത്ര വഴക്കും, എത്ര ബഹളവും ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയ കക്ഷിയാവുമ്പോൾ ഒരു മിനിമം ഡിസിപ്ലിനൊക്കെ വേണം. ചില പൊട്ടലും ചീറ്റലൊക്കെ സ്വാഭാവികം. പക്ഷേ വിഴുപ്പലക്കുക, പരസ്യമായി തെരുവിലിട്ട് ചർച്ച ചെയ്യുക, ചെളിവാരി എറിയുക എന്നുള്ളതൊക്കെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അല്ലെങ്കിൽ അവർക്ക് വലിയ കളങ്കമാണ്. അവർക്കത് വലിയ ദോഷം തന്നെ ചെയ്യും. ഇന്ത്യയിലാകെ കൂടി 4 സംസ്ഥാനങ്ങളിൽ ഒരു യൂണിയൻ കേന്ദ്രഭരണം സംസ്ഥാനം ഒഴികെ ബാക്കി 4 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നത് തന്നെ. കേരളത്തിലുണ്ട്, കർണാടക, തെലങ്കാന, ഹിമാചൽ, പിന്നെ ജാർഖണ്ഡിലും കൂടി ഉണ്ട് എന്നുണ്ട്. ബാക്കി എല്ലായിടത്തുനിന്നും കോൺഗ്രസ് മാഞ്ഞുപോയി, നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്, അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കിട്ടിയ ഭരണം അതൊരിക്കലും കിട്ടില്ല എന്ന് കരുതിയിരുന്ന സംഗതിയിൽ നിന്ന് കിട്ടിയ ജനങ്ങൾ വെറുതെ കൊണ്ട് കാക്കിൽ വെച്ച് കൊടുത്ത പോലെയാണ്. അവിടെയാണ് ഈ മാതിരി വിഴുപ്പലക്കളും ദിവസങ്ങളായി ചർച്ച ആയിക്കോട്ടെ, ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഇതിൽ ചർച്ച. പക്ഷേ ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു A പ്ലാനും B പ്ലാനും ഒക്കെ ആയിട്ടിരിക്കണം. സ്വാഭാവികമായും പ്രതിപക്ഷത്തിരുന്ന് പാർലമെൻ്ററി പാർട്ടിയെ നയിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതൊരു അലിഖിത നിയമമാണ്. സാധാരണ വിജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. അതിലെന്താ അപ്പം ഇത്രയ്ക്കധികം ഒരു പുതുമയുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരുന്ന് നല്ല പ്രകടനം നടത്തി പാർലമെൻ്ററി കാര്യങ്ങളൊക്കെ സമന്വയിപ്പിക്കുകയും ഭരണപക്ഷത്തെ മറുപക്ഷത്തിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട വലിയ വലിയ ശ്രമങ്ങൾ നടത്തിയ ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആക്കേണ്ടത്. പണിയെടുക്കാതെ മുകളിലിരുന്ന് അതുവരെ കെ സുധാകരനെ പോലെയുള്ള പല MP-മാർക്കും ഇലക്ഷന് നിൽക്കണമെന്നുണ്ടായിരുന്നു. അത് ശരിയല്ല എന്നുള്ളൊരു തീരുമാനം ഹൈക്കമാൻഡ് ഒരിക്കൽ കൈക്കൊള്ളുകയും പിന്നെ ജയിച്ച് ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ച് കാണില്ല. ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അത്തരം നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തുകയും ചെയ്യുന്നത് KC വേണുഗോപാലിനെ പോലെ ഒരാൾക്ക് ചേർന്നതല്ല. അത് ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. അധികാരമോഹി അല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവൻ എന്നൊരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന് ഇതിനകം ഉണ്ടായിട്ടുള്ളത്. ഇനി എവിടെ നിന്നാലും അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് തോൽപ്പിക്കും. കാരണം ജനങ്ങളെ ക്ഷമ പരീക്ഷിക്കുകയാണ്. ജനങ്ങളൊരു നല്ല ഭരണമാണ്. ഇത്ര കാലവിളംബം ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് ജനം ആഗ്രഹിക്കുന്നില്ല. കാരണം ഭയങ്കര ഒരു ഭരണസ്തംഭം ഉണ്ടാവുകയാണ്, അതേപോലെ തന്നെ ഭരണസ്തംഭനം ഉണ്ടാവുകയാണ്, അതുപോലെ തന്നെ ഒരു അനിശ്ചിതാവസ്ഥയും കേരളത്തിന് ഉണ്ടാവുന്നുണ്ട്. ഒരു അനാഥത്വം വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതാത്
കസാരകളിൽ അധികാരത്തിൽ വന്നിരിക്കുക, ഉത്തരവാദിത്തപ്പെട്ടവർ അതാത് കസാരകളിൽ ഇരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളില്ലാതാവും. കാരണം ഈ ബ്യൂറോക്രറ്റ്സ് ഇതിൻ്റെ ഇടയിൽ പണം വിരുത്തി ആടുന്നുണ്ടാവും. ഇപ്പോൾ ഈ വരുന്ന മിനിസ്ട്രി ഫോം ചെയ്യുന്ന ആ ദിവസങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥ പ്രഭുത്വം അവിടെ വിളയാടും. അപ്പോൾ വേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് വല്ല പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി ഒരു ഡിസിഷൻ കിട്ടിയിട്ട് അവനവൻ്റെ കാര്യങ്ങളുമായിട്ട് ഒരു ഒപ്പ് കിട്ടി ഒരു ഫയൽ മൂവ് ചെയ്യേണ്ട സംഗതിയൊക്കെ വരുമ്പോൾ അതിനു വേണ്ടി ഈ ഉദ്യോഗസ്ഥർ ഓൺട്രപ്രണേഴ്സിനെയും മറ്റവരൊക്കെ എത്ര കണ്ട് ഹരാസ് ചെയ്യുന്നുണ്ടാവും എന്നറിയോ, കാശ് വാങ്ങുന്നുണ്ടാവും. എനിക്ക് അനുഭവമാണ്. ഒരു 1996 ഏപ്രിൽ 1 ആക്യ ആൻ്റണി നാർക്കോട്ടിക് ആക്ട് പ്രകാരം ചാരായ നിരോധനം നടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 1 തൊട്ട് 15 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ആ മിനിസ്ട്രി ഫോം ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കാലയളവിൽ എന്നെ എത്ര മാത്രം ദ്രോഹിച്ചു എന്നുള്ളത് എനിക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിന് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് എൻ്റെ ആയുസിൻ്റെ ഫലം കൊണ്ടൊന്നു മാത്രമാണ്. അപ്പോൾ അതുപോലെ ജനങ്ങളെ ബ്യൂറോക്രാറ്റ്സ് ഈ സമയങ്ങളിൽ ഭയങ്കര അധികം ദ്രോഹിക്കുന്നുണ്ടാവും. ആ ഒരു സംഗതി ആ കാലവിളംബം ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ, നല്ലൊരു ഭരണം കൊടുക്കേണ്ട സമയത്ത്, എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട സമയത്ത് ട്രസ്റ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നാണം കെട്ട ഏർപ്പാടാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ജനങ്ങൾ UDFനെയും കോൺഗ്രസിനെയും ജയിപ്പിച്ചത്. ജനങ്ങൾ പക്ഷേ അവിടെ സീനിയോറിറ്റിയോ മറ്റൊന്നുമല്ല ജനങ്ങൾ നോക്കുന്നത്. ജനഹിതമാണല്ലോ മുഖ്യം. ജനങ്ങൾ VD സതീശനായിരിക്കാം ഇഷ്ടം. കാരണം അദ്ദേഹം ആണ് ജനങ്ങളുടെ മുന്നിൽ നല്ലൊരു പ്രതിച്ഛായയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റുള്ളവരാരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അവരാര് വന്നാലും കുഴപ്പമില്ല, നല്ല ഭരണം വേണമെന്നേ ഉള്ളൂ. പക്ഷെ ജനഹിതം എന്താണെന്ന് വെച്ചെങ്കിൽ അത് മാനിച്ച് ഇതേപോലെ നാണം കെട്ടൊരു ഏർപ്പാട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അവരിലുള്ള കോൺഗ്രസിനോടുള്ള വിശ്വാസം കൂടി കളയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാലോ ഇത് എന്താണ് ഈ വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തിനാണ് ഇത്തരക്കാർക്ക് ഇനി വോട്ട് ചെയ്യുന്നത്? ഇവരെ ജയിപ്പിച്ച ഇതാണ് കാര്യം. ഇനി ഇത്രയ്ക്കും വലിയ ഹൃദയവിശാലത ഉണ്ട് ഹൈക്കമാൻഡിന് എങ്കിൽ കോൺഗ്രസിന് തന്നെ മുഖ്യമന്ത്രി വേണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ഘടകകക്ഷിയായ CPL നിന്നൊരിക്കൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തിനിവർ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി പദം കൊടുത്തുകൂടാ? അങ്ങനെ ഒരു വഴക്ക് വേണ്ട, ഇവരാരും വേണ്ട, കുഞ്ഞാലിക്കുട്ടി കുറച്ചാൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തൂടെ? എനിക്കിപ്പോൾ കുഞ്ഞാലിക്കുട്ടി വന്നിട്ടൊന്നുമില്ല. കാരണം സത്യദീക്ഷയുള്ള ഒരാൾക്കാരെ ആരും ഇപ്പോൾ കാണാനൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. ഭൂരിപക്ഷം ഇത്രയ്ക്കധികം കിട്ടിയാൽ ജയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേയും ഇനി ഭരണ രംഗത്തുള്ള അനുഭവ സമ്പത്താണ് വേണ്ടത് എങ്കിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവട്ടെ. കേരളത്തിൽ ന്യൂനപക്ഷത്തു നിന്ന് മുഖ്യമന്ത്രി ആയിട്ടില്ല. CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി ആയിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ. കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിപരമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ചില ഐസ്ക്രീം പാർലർ കേസിലൊക്കെ നമ്മൾ അദ്ദേഹത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ സരിത വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തുന്നത്. അപ്പോൾ പിന്നെ ഐസ്ക്രീമൊക്കെ ഉരുകിപ്പൊക്കോളൂല്ലേ? ഈ സരിതയ്ക്ക് മാഞ്ഞു പോവാച്ചെങ്കിൽ ഐസ്ക്രീമും ഉരുകിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വഴക്കടിക്കുന്നവരാരും വേണ്ട. കോൺഗ്രസിൻ്റെ ഹൃദയവിശാലതയൊന്ന് കാണട്ടെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുക്കട്ടെ. ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വരട്ടെ. അവരും മനുഷ്യർ തന്നെയല്ലേ എന്ന് നമുക്കൊക്കെ ചിന്തിക്കാം. അത്ര ഹൃദയവിശാലതയുണ്ടെങ്കിൽ അതിനവർ തയ്യാറാവില്ല. അവർക്ക് പേടിയുണ്ട്. അപ്പോൾ ഹിന്ദു കൺസൾട്ടേഷൻ ഫോം ചെയ്യുമോ എന്നൊരു പേടി. അപ്പോൾ ശരിക്കും അവർക്കും ഉണ്ട് ഈ വർഗീയത എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിട്ടുമില്ല. ആ സ്ഥിതിക്ക് വളരെ രഹസ്യമായിട്ട് അണികളെ തെരുവിലേക്ക് ഇറക്കാതെ ജനഹിതം എന്താണ് എന്ന് കണ്ട് ജനങ്ങളുടെ ജനഹിതം മാനിച്ച് ആരെയാണ് ആഗ്രഹിച്ച് ആരെയാണ് ഉയർത്തിക്കാട്ടി ഇലക്ഷനെ സമീപിച്ചെങ്കിൽ അവർക്ക് തന്നെ മുഖ്യമന്ത്രി പദം കൊടുക്കുക. ഇത് ചെറുച്ചിയെ കാട്ടി മാത്തിരിയെ കെട്ടി എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ നാട്ടിൽ പഴഞ്ചൊല്ലുണ്ട്, ചെറുച്ചിയെ കാട്ടി മാത്തിരിയെ കെട്ടിയെന്ന്. ആ രീതിയിലായിരിക്കരുത്. അതൊരു നല്ല രീതിയല്ല.
ഇപ്പോൾ മറ്റ് പാർട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാരൊന്നല്ല, കുറച്ച് ധാർഷ്ട്യം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോരുത്തരെ മാറ്റിയിരിക്കുന്നത്. കൃത്യമായ മറുപടിയാണ് പൊതുജനം കൊടുത്തിരിക്കുന്നത്. വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടാണ് ആ പൊതുജനത്തിനെ അവരെയും അവരെ അവരെ ഇനി തടയാനായിട്ട് ഇത്ര ആൾക്കാരെ താഴെ വലിച്ചിറക്കാനൊക്കെ ആയിട്ട് അധിക സമയമൊന്നും വേണ്ട. അത് ഓർത്താൻ നല്ലത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ, പരിഹാസ്യമാവാതെ, കോൺഗ്രസ് പരിഹാസ്യമാവാതെ, ഇനി ഒരിക്കലും തിരിച്ച് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കണം. എത്രയും പെട്ടെന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയാവുക. ഇനി വരുന്ന മന്ത്രിസഭാ രൂപീകരണത്തിലും ഇത്തരം വഴക്കുകൾ ഇല്ലാതാക്കുക. അത്ര മാത്രമേ ഒരു പൗരൻ എന്ന രീതിയിൽ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ ഇതിൽ. നന്ദി, നമസ്കാരം.